കളയായിട്ട് വളരുന്ന ഒരു വിളയാണിത്. ഇതിനെ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയും. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്നത്. ഗോൾഡൻ ബെറി എന്ന് പറയുന്നത് വലിയ വലിയ മാർക്കറ്റുകളിലെല്ലാം കിലോയ്ക്ക് 1000 രൂപയാണ് വിലയുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ ചെറിയ ഇനമാണ് ഇത്. പക്ഷേ രണ്ടിൻ്റെയും ടേസ്റ്റിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കൃത്യമായ വളപ്രയോഗവും പരിചരണവും ആ നടേണ്ട രീതിയിൽ നടുക, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കുക, വളപ്രയോഗത്തിൻ്റെ സമയത്ത് വളം കൊടുക്കുക. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രതിരോധ ശേഷിയോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പച്ചക്കറി ചെടികൾക്ക് ചെയ്ത് നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലെ അത്യാവശ്യത്തിനെന്നല്ല, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പച്ചക്കറികൾ നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ നമുക്ക് വിളയിപ്പിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഏദൻ തോട്ടത്തിലെ കൃഷി എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം പച്ചക്കറികൾ കിട്ടുന്നുണ്ട്, അതേസമയം പരിചരണത്തിൻ്റെ കുറവുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന വിളവുകളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി കൃഷിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പ്രയോജനപ്പെടുമെങ്കിൽ അതും ഒരു നല്ല കാര്യമല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻസ് ആയിട്ട് കൂടെ എഴുതിയേക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പോവാമല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമോ? ഇതെല്ലാവർക്കും അറിയാമല്ലോ, നിറയെ കായ്കളുമായിട്ട് നിൽക്കുന്ന ഇതാരാന്ന് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഞൊട്ടാഞ്ഞൊടിയൻ, ചില സ്ഥലങ്ങളിൽ ഇതിന് മുട്ടാമ്പിളി എന്ന് പറയും, ഞൊട്ടങ്ങ എന്ന് പറയും. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതും നമ്മളെല്ലാവരും പറിച്ച് ഇതിൻ്റെ കായ്കൾ പഴുത്ത് കഴിയുമ്പോൾ പറിച്ച് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എനിക്കിത് പറിക്കാൻ തോന്നുന്നില്ല കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് വഴിയിൽ കാണുമ്പോൾ ഇതിനെ പറിച്ചിട്ട് ഇങ്ങനെ നെറ്റിയിൽ പൊട്ടിച്ച് കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് അങ്ങനെ പറിച്ച് നശിപ്പിക്കാൻ എനിക്ക് തോന്നാറില്ല. കാര്യം ഇപ്പോഴാണ് ഇതിൻ്റെ ഔഷധ ഗുണത്തിനെ കുറിച്ച് മനസ്സിലായത്. വളരെയേറെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ പറമ്പുകളിലൊക്കെ കളയായിട്ട് വളരുന്ന ഒരു വിളയാണിത്. ഇതിനെ നമ്മൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയും. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്നത്. ഗോൾഡൻ ബെറി എന്ന് പറയുന്നത് വലിയ വലിയ മാർക്കറ്റുകളിലെല്ലാം കിലോയ്ക്ക് 1000 രൂപയാണ് വിലയുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ ചെറിയ ഇനമാണ് ഇത്. പക്ഷേ രണ്ടിൻ്റെയും ടേസ്റ്റിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതിന് കുറച്ച് ഇതിന് കുറച്ച് കവർപ്പ് കൂടിയൊരു ടേസ്റ്റും ഇത്രയും കവർപ്പില്ലാത്തൊരു ടേസ്റ്റുമാണ് നമ്മുടെ ഗോൾഡൻ ബെറിക്ക്. അപ്പം ഇത് നമുക്ക് നാടനായിട്ട് ഈ 1000 വിലയൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ പറമ്പുകളിൽ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ ധാരാളം കായ്ച്ച കിട്ടുന്നത് ഒരു പരിചരണവും ഇല്ലാതെ കളകൾ വളരുന്നത് നമ്മുടെ ചെടികളെക്കാളും ആരോഗ്യത്തോടു കൂടിയല്ലേ കളകൾ വളരുന്നത്. അതുപോലെ ഒരു കളയായിട്ട് വളരുന്ന വളരെയേറെ വിലപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത്. നോക്കിക്കാൻ നിറയെ കായ്കൾ നിൽക്കുന്നത് കണ്ടോ. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഇതൊന്ന് അടുത്തോട്ട് വന്നിട്ടൊരു ഇതെടുത്താണ് കണ്ടോ, നിറയെ കായ്കളുമായിട്ട് എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചെടി തോട്ടങ്ങളിൽ ഒരു അലങ്കാര ചെടിയായിട്ട് വേണമെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ ബെറിയുടെ ഒരു തയ്യും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയനെയും ഗോൾഡൻ ബെറിയെയും തിരിച്ചറിയാം. അതിൻ്റെ ഇല മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഗോൾഡൻ ബെറി ഞാൻ 2 പ്രാവശ്യം വിത്ത് വാങ്ങി. ഓൺലൈനിൽ വിത്ത് വാങ്ങി 200+ എങ്ങാണ്ട് വില കൊടുത്തിട്ടാണ് ഓൺലൈനിൽ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയത്. അപ്പോഴെനിക്ക് ഒന്നും പിടിച്ച് കിട്ടിയില്ല. പിന്നെ ഒരാളിൻ്റെ കയ്യിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ നമ്മുടെ ഗോൾഡൻ ബെറി വളർത്തിയ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് 200 രൂപയ്ക്ക് വിത്തിൻ്റെ വില പ്ലസ് CC 200 രൂപ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയപ്പോൾ എനിക്ക് മുളച്ച് കിട്ടിയത് ആകെ ഒരേ ഒരു തൈയാണ് കേട്ടോ. ഇത് രണ്ടും തമ്മിൽ ചെടിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതാണ് ഗോൾഡൻ ബെറി.
ഇലയുടെ വ്യത്യാസം കണ്ടോ, ഇത് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ഇലയുടെ വ്യത്യാസം മാത്രം മതി ഗോൾഡൻ ബെറിയെയും ഞൊട്ടാഞ്ഞൊടിയനും തിരിച്ചറിയാൻ. പിന്നെ ഗോൾഡൻ ബെറി വളരുന്നത് കുറച്ചുകൂടെ വലിയ പ്ലാന്റായിട്ട് വളരും ഞൊട്ടാഞ്ഞൊടിയനേക്കാൾ. അപ്പോൾ ഇത് നിറയെ കായ്ച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിത് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ 200 രൂപയ്ക്ക് കിട്ടിയത് ആകെ ഈ ഒരു തൈയാണ് മുളച്ച് കിട്ടിയത്. അപ്പോൾ ഇത് കായ്ച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ധാരാളം ഗോൾഡൻ ബെറി വളർത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതിന് കായ്കളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ് കേട്ടോ. മുമ്പ് എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ് കേട്ടോ. കായ്കൾ നല്ല വലിപ്പമാണ്, നല്ല മഞ്ഞ കളറുമാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഉടനെ കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് കാണിച്ചത് ഇലയുടെ വ്യത്യാസം വെച്ച് തന്നെ നമുക്ക് ഞൊട്ടാഞ്ഞൊടിയനെയും ഗോൾഡൻ ബെറിയെയും തിരിച്ചറിയാൻ പറ്റും. ഈ ഗോൾഡൻ ബെറിയും ഞൊട്ടാഞ്ഞൊടിയനും ഒന്നാണെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ വ്യത്യാസമുണ്ട്. ചെടികൾ തമ്മിൽ സാമ്യമുണ്ട്, ഒരേ വർഗത്തിൽ പെട്ടതാണെങ്കിൽ തന്നെ നമ്മൾ ഈ വലിയ വിലയാണ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ ബെറിയാണ്. ഈ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ വിളകളിലൊക്കെ കള പോലെ വളരുന്നൊരു സാധനമാണ്. കടല പോലെ വളരുന്നതാണെങ്കിൽ തന്നെയും വളരെയേറെ വിലപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രയോജനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഇലക്കറികൾ ഉപയോഗിക്കുന്നുണ്ട്. ചീര, മുരിങ്ങയില, അഗസ്തിച്ചീര, മറ്റേ ചീരച്ചേമ്പ്, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഇലക്കറികൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് കഴിക്കാൻ കഴിയും. കൂട്ടത്തിൽ ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള ഒന്നല്ലേ. ഒരു ദിവസം എന്തായാലും നമ്മൾ ധാരാളം ഇലക്കറികൾ കഴിക്കണമല്ലോ. അപ്പോൾ ആ ഇലക്കറികൾ വ്യത്യസ്തമായ ടേസ്റ്റുകളിലാവുമ്പോൾ നമുക്ക് ഒരു മടുപ്പും കൂടാതെ ധാരാളം ഇലക്കറികൾ ദിവസവും കഴിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ അതിങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റുകളിൽ ഉള്ള ഇലക്കറികൾ കഴിക്കുന്നതിനൊപ്പം തന്നെ അത് ഔഷധ ഗുണമുള്ളതും കൂടെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും ഉന്മേഷവും ഒക്കെ കിട്ടില്ലേ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാലഘട്ടത്തിലുള്ള ജീവിതമാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല നിയന്ത്രണം ഇത്തരത്തിലുള്ള ഇലക്കറികൾ നമ്മുടെ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഇലക്കറികളെന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നല്ലോ. ഇലക്കറികളായിട്ടും കഷായമായിട്ടൊക്കെ അവരൊക്കെ ഇതൊക്കെ ധാരാളം ഉപയോഗിച്ചിരുന്നു. അതിൻ്റേതായിട്ടുള്ള ആരോഗ്യം അവരുടെയൊക്കെ ശരീരത്തിൽ കാണാനുണ്ടായിരുന്നു. രോഗങ്ങളില്ല, ഒരു രോഗമുക്ത ജീവിതമായിരുന്നു അല്ലേ പണ്ട് കാലങ്ങളിൽ. പിന്നെ ഇതിൻ്റെ കായ്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പച്ചക്കായ്കൾ ഉപയോഗിക്കരുത് കേട്ടോ. പച്ചക്കായ്കൾക്ക് ഒരു കവർപ്പ് ടേസ്റ്റാണ്, അത് ഛർദിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നല്ല പഴുത്തതാകുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല കേട്ടോ. ഞൊട്ടാഞ്ഞൊടിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഞൊട്ടാഞ്ഞൊടിയൻ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്.